ഒരു പെൺകുട്ടിയെ വളയ്ക്കാൻ വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അവരെന്തിലാണ് ഇമ്പ്രസ് ആവുക? അതാണ് നമ്മൾ ഇന്ന് ചോദിക്കാൻ പോകുന്ന ചോദ്യം. അപ്പോൾ ഇവിടുത്തെ പെൺകുട്ടികളോടൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം, അവർ എന്ത് ചെയ്താലാണെങ്കിൽ അവരുടെ അടുത്ത് എന്ത് അപ്രോച്ച് നടത്തിയാലാണ് അവർ ഇമ്പ്രസ് ആവുക എന്ന് നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഇമ്പ്രസ് ചെയ്യാനായിട്ട് ഒരു ബോയ്ക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നിങ്ങൾ എന്ത് ചെയ്താലാണ് ഒരു ബോയ് ഇമ്പ്രസ് ചെയ്യുക? ഒരു ബോയ് ഇമ്പ്രസ് ആവാൻ നിങ്ങൾ ഇമ്പ്രസ് ആവാനായിട്ട് ഒരു ബോയ്ക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഒരു ശരീരം മാത്രം എന്ന രീതിയിൽ എൻ്റെ അടുത്ത് പെരുമാറാതെ എന്നെ നോക്കാണ്ടിരുന്നാൽ മതി. അത് മാത്രം മതി. എന്നാലും ഇപ്പോൾ ഒരുപാട് കമന്റ്സിൽ വരുന്നുണ്ട്, ഇപ്പൊ ഒരു ബോയ് ഇമ്പ്രസ് ആവണമെങ്കിൽ ഒരുപാട് പൈസ ഉള്ള ആൾ വേണം, അല്ലെങ്കിൽ ഒരുപാട് ലുക്കുള്ള ആൾ വേണം എന്നൊക്കെ ഒരുപാട് കമന്റ്സ് വരാറുണ്ട്. ഞാൻ റീസെന്റ് ആയിട്ട് ചെയ്തപ്പോൾ അതിനൊന്ന കമന്റ്സ് അങ്ങനെയായിരുന്നു. പൈസ ഉണ്ടെങ്കിലാണ് പെൺപിള്ളേർ അങ്ങോട്ട് പോവുള്ളൂ, അല്ലെങ്കിൽ ലുക്ക് ഉണ്ടെങ്കിലാണ് പെൺപിള്ളേർ നോക്കുകയുള്ളൂ. ഇതൊക്കെ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ കാശ്, നല്ലൊരു ജോലി, അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരുത്തൻ വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. ഇപ്പൊ ആൺപിള്ളേരാണെങ്കിലും കാണാൻ കൊള്ളാവുന്ന പെൺകൊച്ച് എന്നൊക്കെ ചിന്തിക്കത്തില്ലേ? ആ ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ട്. പ്രണയം ബ്ലൈൻഡ് ആണ്, പക്ഷേ പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ നല്ല ജോബ്, നല്ല കാണാൻ കൊള്ളാവുന്നൊരു ലുക്ക്, ഫാമിലി എല്ലാം നോക്കും എല്ലാവരും. ഞാനും നോക്കും. ഇംപ്രസ് ചെയ്യാനായിട്ട് ഒരു ബോയ്ക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നിങ്ങൾ ഇംപ്രസ് ആവാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക? അത് വേറൊന്നുമില്ല, നമ്മളെ ട്രസ്റ്റ് ചെയ്ത് നമ്മുടെ കൂടെ നിന്നാ മതി, അത്രേ ഉള്ളൂ. എനിക്ക് അത്രേ ഉള്ളൂ. ഫസ്റ്റ് മീറ്റപ്പിൽ എങ്ങനെയായിരിക്കും ഇംപ്രസ് ആവാം? ലുക്ക് വൈസ് ആയാലും സ്വഭാവമായാലും എങ്ങനത്തെ ഒരാളെയാണ് നോക്കുക? എനിക്ക് നല്ല ചിരിയായിരിക്കണം, കാണാൻ നല്ല ചിരിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ളതാണെങ്കിൽ ഓക്കെ. ഇപ്പൊ എല്ലാവരും ഇപ്പൊ കമന്റ്സിലൊക്കെ പറയാറുണ്ട്, എന്താ വീഡിയോയുടെ മുമ്പിൽ ഇങ്ങനെ പറയണയാണ്, ഗേൾസ് അങ്ങനെയാണ്, പൈസ ഉള്ളവരാണ് നോക്കുള്ളൂ, സൗന്ദര്യമുള്ളവരാണ് നോക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ്സ് വരാറുണ്ട്. ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അത് അല്ല, കാരണം അങ്ങനെ അല്ലാത്തവരും വിശ്വസിച്ച് ഇഷ്ടപ്പെടുന്നവരും കുറെ പേരുണ്ട്. അപ്പൊ ഈ കമന്റ്സ് പറയുന്നവർക്ക് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കാമല്ലോ, അത് അങ്ങനെയുള്ളവരെ ആയിരിക്കും ഇവര് കണ്ടിട്ടുണ്ടായിരിക്കുന്നത്. ഒരുപാട് ഗേൾസ് തേപ്പാണ്, വേറെ പൈസ ഉള്ള ആളെ കണ്ട് അങ്ങോട്ട് ചാടും, അല്ലെങ്കിൽ വേറൊരു സ്നേഹം കിട്ടി അങ്ങോട്ട് ചാടും എന്നുള്ള ഒരുപാട് ആൾക്കാർ കമന്റ്സ് ഉണ്ട്. ശരിയായെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ അല്ല, ശരിയല്ല. പിന്നെ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും രണ്ട് സ്വഭാവമുള്ളവരും ഉണ്ട്. അതിലിപ്പോ ബോയ്സ് എന്ന് പറയുന്നത് ഗേൾസിനെ കൂടുതൽ കുറ്റം പറഞ്ഞാണ് പറയുന്നത്. ഗേൾസ് അങ്ങനെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല, അതായിരിക്കാം. നിങ്ങളെ ഇംപ്രസ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക ഒരു ബോയ്ക്ക്? എന്നെ ഇംപ്രസ് ചെയ്യാനായിട്ട് ഒരു ഫ്ലവർ തന്നാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. എനിക്ക് അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല. അങ്ങനല്ല, ലൈക്ക് മനസ്സിലാക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം ആദ്യം. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ്. ലൈക്ക് ഡയറക്റ്റ് വന്ന ഒരാൾ പറഞ്ഞാൽ നമുക്ക് അയാളോട് എസ് ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ലുക്ക് നോക്കാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പിന്നെ ഓഫ് കോഴ്സ് ബിഹേവിയർ ആൻഡ് സ്റ്റഫ് മാറ്റർ. അങ്ങനെ പ്രത്യേകിച്ച് വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ല. ഫിറ്റ് ആയിരിക്കണം, ഒത്തിരി മുടി അങ്ങനൊന്നും ഇല്ല. മുടി വേണം, ലൈക്ക് മൊട്ട അങ്ങനൊന്നും ചോദിക്കരുത്. എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഐ ഡസന്റ് കെയർ. ഇഷ്ടപ്പെടാനായിട്ട് എന്താണ് ഇംപ്രസ് ആവുന്നത് ഫസ്റ്റ് ടൈം കാണുമ്പോൾ? എന്താണ് നിങ്ങൾക്ക് അയാളുടെ സ്വഭാവം ഇഷ്ടപ്പെട്ട ഇറ്റ്സ് ദ ബെസ്റ്റ് തിങ്. ഫണ്ണി ആയിട്ടുള്ള ഒരു ഇതാണ് ഇഷ്ടം, സംസാരിക്കുന്നത് അതാണോ, എൻഗേജിങ് ആണ്? ഇംപ്രസ് ചെയ്യാനായിട്ട് ഒരു ബോയ്ക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? എന്ത് ചെയ്താലാണ് നിങ്ങൾ ഇംപ്രസ് ആവാം? എനിക്കറിയില്ല. എന്നാലും നിങ്ങളുടെ അടുത്തൊരു പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താലാണ് നിങ്ങൾ ഇഷ്ടപ്പെടാൻ ആളെ? അല്ല, ഞാൻ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല. ഇപ്പം കുറെ നാളൊക്കെ പരിചയമുള്ള ആൾക്കാരൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് പൈസ ഉള്ള വേണമെന്നൊക്കെ നിർബന്ധമുണ്ട്. ഇപ്പൊ ഒരുപാട് കമന്റ്സിലൊക്കെ പറയാറുണ്ട് പൈസ വേണം, അല്ലെങ്കിൽ ഒരുപാട് ലുക്ക് വേണം, എന്നാണ് പെൺപിള്ളേര് നോക്കുള്ളൂ എന്നുള്ളൊരു സംഭവം ഉണ്ട്. ശരിയാണ് കേട്ട് തോന്നുന്നുണ്ട് ശരിക്കും? നിങ്ങളുടെ മാത്രമല്ല, മൊത്തത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ലുക്ക് കൊണ്ട് ആകെ കാര്യമുള്ളത് നാട്ടുകാര് പുറത്തു പോകുമ്പോ കാണിക്കാന്ന് മാത്രമേ ഉള്ളൂ. എന്താ കാണിക്കാന്ന് മാത്രമേ ഉള്ളൂ. ലുക്ക് കൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ പൈസ വേണമെന്ന് തോന്നിയിട്ടുണ്ട് ഒരുപാട്.
ഇല്ല. പൈസ ഉള്ള ആൾക്കാരുടെ കൂടെയാണ് പെണ്ണുങ്ങൾ പോകുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്, അത് ശരിയാണോ? അങ്ങനെ പോകുന്നവരുണ്ടായിരിക്കും, പക്ഷെ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ താല്പര്യമില്ല. എന്ത് ചെയ്താലാണ് ഒരു ബോയ്ക്ക് താങ്കളെ ഇംപ്രസ് ചെയ്യാൻ പറ്റുക? എന്ത് ചെയ്താലാണ് ഒരു ബോയ്ക്ക് താങ്കളെ ഇംപ്രസ് ചെയ്യാൻ പറ്റുക? താങ്കളെ ഇംപ്രസ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? അതിപ്പം അവരുടെ സംസാര രീതി കൊണ്ടാണ്. ഫണ്ണി ആയിരിക്കണം. ഒരു ഫണ്ണി ആയിരിക്കും. സീരിയസ് ക്യാരക്ടർ ആയിട്ടുള്ള ആൾക്കാരെ പൊതുവെ ഇഷ്ടമല്ല. കളിപ്പിനൊന്നും ഇഷ്ടമുണ്ടാവില്ല. പിന്നെ ലുക്സ് വൈസ് എങ്ങനെയായിരിക്കണം എന്നുണ്ടാവും? ലുക്സ് വൈസ് ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ആയിരിക്കണം, അല്ലാതെ പൊക്കം വേണമെന്നോ അല്ലെങ്കിൽ പൊക്കമുള്ളവരെ ഇഷ്ടമാണ്. പക്ഷെ കൂടുതലും ഞാൻ തനകം പൊക്കമുള്ളതാണ്, തനകം പൊക്കം കുറവാണ് ഇഷ്ടം. അതിപ്പോ എന്തായാലും പൊക്കം കൂടുതലുള്ള ഒരാളല്ലേ. നോക്കുള്ളൂ. മുടിയൊക്കെയോ ഒരുപാട് മുടിയുള്ളതാണോ അതോ നോർമലായിട്ട് അത്യാവശ്യം, പക്ഷെ ഒത്തിരി മുടിയില്ലാത്തായിരിക്കും അത്യാവശ്യം. കഷ്ടിയായിട്ടുള്ളവര് ഇഷ്ടമല്ല? അങ്ങനെ ദിവസം എന്തായാലും മുടി പോവില്ലേ? അത് ഞാൻ പറഞ്ഞല്ലോ, മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ക്യാരക്ടറാണ് മെയിൻ, സംസാരമാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള ഉണ്ടെങ്കിൽ നന്നായിരുന്നു. നന്നായി. പൈസ വേണമെന്ന് നിർബന്ധമുണ്ടോ? ഒരുപാട് പൈസ വേണം അല്ലെങ്കിൽ ജോലി ആവണം എന്നൊക്കെ നിർബന്ധമുണ്ടോ? അതേതായാലും കുഴപ്പമില്ല, നമ്മളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിട്ടുള്ള നല്ല ഫണ്ണി ആയിട്ടുള്ള ഒരാളായാൽ മതി. അങ്ങനെയാണോ? നിങ്ങളെ ഇംപ്രസ് ചെയ്യാനായിട്ട് എന്താണ് ഒരു ബോയ്ക്ക് ചെയ്യാൻ പറ്റുക? Be respectful. റെസ്പെക്ട്. നിങ്ങളിപ്പോ നിങ്ങൾക്ക് ഇംപ്രസ് ആവാനായിട്ടുള്ള ഒരു എന്തായിരിക്കും ഒരു ബോയ്ക്ക് വേണ്ടത്? English or not? It doesn't do anything. Like appearance അത്രയും വലിയ കാര്യമല്ല, but like the way he treats me is more important, I guess. എന്നാലും ലുക്ക് വൈസ് നോക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുക? Well, dressing sense, നല്ല dressing sense. That's it. Yeah. മുടി So it should smell good. Smell good, good hygiene. Yeah. ഹൈജീൻ ആയിട്ടിരിക്കണം. Yeah. പിന്നെ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങൾ ഇംപ്രസ്ഡ് ആണ്? ഇല്ല. Yeah. ഓക്കെയാണ് അതിൽ? Yeah.